CPIM വിട്ട പി.കെ. ശശിയുടെ നേതൃത്വത്തിലുള്ള DMF CMPയിൽ ലയിച്ചു. പി.കെ. ശശിയാകും ഇന്നു മുതൽ CMPയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന് CP ജോൺ അറിയിച്ചു. ലോകകപ്പിൽ നിന്ന് ബ്രസീൽ പുറത്തായപ്പോൾ നെയ്മർ വിടവാങ്ങിയതുപോലെ CPM നേതൃത്വത്തിന്റെ വിടവാങ്ങലാണ് കേരളം കാണാൻ പോകുന്നതെന്ന് പി.കെ. ശശി പറഞ്ഞു. ഈ വേൾഡ് കപ്പിൽ കിരീടം പിടിക്കും എന്ന് വ്യാപകമായി ധാരണയുണ്ടായിരുന്ന ബ്രസീലിന്റെ വീഴ്ച ഇന്നലെ കണ്ടു. ബ്രസീലിന്റെ പരാജയത്തെ തുടർന്ന് ലോകോത്തരനായിട്ടുള്ള കളിക്കാരൻ നെയ്മർ കളിക്കളത്തിൽ നിന്ന് വിടവാങ്ങുന്നതായി പ്രഖ്യാപിച്ചു. ഇനി നാം കേൾക്കേണ്ട വാർത്ത കേരളത്തിലെ CPIM-ന്റെ രാഷ്ട്രീയത്തിൽ നിന്നുള്ള വിടവാങ്ങലായിരിക്കും എന്ന കാര്യം ഇതിന്റെ ഭാഗമായി ചൂണ്ടിക്കാണിക്കുക. ഇനി ആ വിടവാങ്ങലാണ് നമുക്ക് കാത്തിരിക്കുന്നത്. ശാന്തകുമാർ വെള്ളാലത്ത് നൽകും വിവരങ്ങൾ. ശാന്തകുമാർ, ഈ ലയനത്തിന് പോകുന്ന വഴി CPIM-നിട്ടൊരു കൊട്ടും കൊടുത്തുകൂടിയാണ് ശശി പടിയിറങ്ങുന്നത്. അരുണ്യ, തീർച്ചയായും പി.കെ. ശശിയുടെ DMF ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫ്രണ്ട് എന്നുള്ള സംഘടന രൂപം കൊള്ളുന്നത് തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ്. തുടർന്ന് പി.കെ. ശശി UDF-ന്റെ സ്ഥാനാർത്ഥിയായി ഒറ്റപ്പാലം അസംബ്ലി മണ്ഡലത്തിൽ മത്സരിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് UDF-ന്റെ ഒരു ഭാഗം UDF-ന്റെ ഒരു അസോസിയേറ്റ് അംഗം എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ സമാന ചിന്താഗതിയുള്ള ഒരു പാർട്ടി എന്ന രീതിയിൽ CMP-യുമായി ലയിക്കാൻ അവർ തീരുമാനിക്കുന്നത്. അതാണ് ഇന്നിപ്പോൾ ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫ്രണ്ട് പാലക്കാട് ഒരു നയ പ്രഖ്യാപന കൺവെൻഷൻ തന്നെ വിളിച്ചുകൊണ്ട് തന്നെ ആ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. DMF CMP-യിൽ ലയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. CMP-യുടെ ജനറൽ സെക്രട്ടറി മന്ത്രി CP ജോണും ഇന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്യാനുണ്ടായിരുന്നു. അദ്ദേഹം അത് അംഗീകരിക്കുകയും CMP-യുടെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായി ഇന്നു മുതൽ പി.കെ. ശശിയായി ഉണ്ടാകുമെന്ന് ഉറപ്പു പറയുകയും ചെയ്തു. അതായത് CMP-യിലേക്ക് ലയിച്ചിരിക്കുന്നു DMF എന്നുള്ളതാണ്. പി.കെ. ശശിയുടെ പാർട്ടിയായ DMF CMP-യിലേക്ക് ലയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ പി.കെ. ശശി പറയുന്ന പ്രധാനപ്പെട്ട കാര്യം സമാന ചിന്താഗതിയുള്ള, അതായത് പ്രത്യയശാസ്ത്രമായി ഒരേ നിലപാടുള്ള പാർട്ടിയാണ് DMF. അതുപോലെ തന്നെയാണ് ആ നിലപാട് തന്നെയാണ് CMP-ക്കും ഉള്ളത്. അതുകൊണ്ടാണ് ഐക്യകണ്ഠേന ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ഉള്ള ഒരു കാരണമെന്ന് തന്നെ അദ്ദേഹം സൂചിപ്പിക്കുന്നു. മറ്റൊന്ന് UDF-നെ ശക്തിപ്പെടുത്തുന്നതിനും UDF സർക്കാരിന് ശക്തിപ്പെടുത്തുന്നതിനും ആവശ്യമായ നിലപാടും നടപടികളുമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഒരു CMP-യുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കാണ് ഇപ്പോൾ പി.കെ. ശശിയുടെ നേതൃത്വത്തിലുള്ള CMP പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പി.കെ. ശശിയെ സംബന്ധിച്ചോളം CPM-ന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി അംഗമായിരുന്നു. CPM-ന്റെ തന്നെയുള്ള ഒരു MLA ആയി അദ്ദേഹം 5 വർഷം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ഇപ്പോൾ CMP എന്നുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി മാറുന്നത്. അത് UDF-ന്റെ ഭാഗമാവുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതായത് ഏറെക്കാലം CPM-ന്റെ ഭാഗമായിരുന്ന ഒരാൾ ഇപ്പോൾ UDF-ന്റെ ഭാഗമാവുന്നു. അത് പി.കെ. ശശി എന്നുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവ് UDF-ന്റെ ഭാഗമാവുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയവുമാണ്. അരുണ്യ. ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങൾ നൽകിയത്.